ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസി ചിക്കൻ മയോ പോക്കറ്റ്സ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. ഫില്ലിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തത്, 1 കപ്പ് ചോപ്പ് ചെയ്ത സവാള, 1 ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 കപ്പ് ചീസ്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്യാം. ഓവർ കുക്കൊന്നും ആവണ്ട. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും, ഓപ്ഷണലാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1/2 കപ്പ് ചീസ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു 10-20 സെക്കൻഡ് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് മയോണൈസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഓർക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മയോണൈസ് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് 4 സൈഡും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. 4 സൈഡും നല്ലതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരികളിലെല്ലാം കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. നമുക്കിതിൻ്റെ അരികളിലെല്ലാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായി ഉപ്പിട്ട് ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമ്മുടെ ഓരോ പോക്കറ്റ്സും ഇട്ട് കൊടുത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ഓരോ പോക്കറ്റ്സും ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോ പോക്കറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസി ചിക്കൻ മയോ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.